പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്ന മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഡീൻ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല. വാർഡൻ എന്ന നിലയിൽ ഡീൻ ഹോസ്റ്റലിൽ പോകണം. കേസ് അന്വേഷണത്തിന് തടസ്സമില്ല. കുറ്റക്കാർക്ക് കർശന ശിക്ഷ തന്നെ ലഭിക്കണമെന്നും ചിഞ്ചുറാണി പറഞ്ഞു. ഡീൻ്റെ ഭാഗത്തു നിന്ന് ചില ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്. ഹോസ്റ്റലിലോട്ട് പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും എതിരായിട്ടുള്ളൊരു റിപ്പോർട്ടും കൂടെ വന്നത്. അതിൻ്റെ ബേസിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും തൽക്കാലം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഏത് വിധത്തിലുള്ള അന്വേഷണത്തിനും ഒരു തടസ്സവും ഇല്ല. എല്ലാ വിധത്തിലുള്ള അന്വേഷണം നമുക്ക് നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന നടപടി മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ നിൽക്കുകയുള്ളൂ. ദിലീപ് ദേവസ്വം നൽകും വിവരങ്ങൾ. ദിലീപ്, ശ്രദ്ധക്കുറവാണ് ഡീനിനുണ്ടായതെന്നാണ് മന്ത്രി പറയുന്നത്. ഗുരുതര വീഴ്ചയല്ലേ? ഇപ്പോൾ എന്ത് നടപടിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? വിനീത, വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി എന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി പറയുന്നത്. വാർഡൻ എന്ന നിലയിൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും അവിടെ ഹോസ്റ്റലിൽ ഉണ്ടാകണമായിരുന്നു. ഇവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. ഇവരുടെ നടപടി എന്ന വണ്ണം ഇവർ രണ്ടുപേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു സർവകലാശാലയെ VC-യെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയത്. അതുകൊണ്ട് രണ്ടാമത് ചാർജ് എടുത്ത VC തന്നോട് ഇക്കാര്യം പറയുകയും ചെയ്തു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നടപടികളിലേക്ക് നടക്കില്ല. പക്ഷേ നാളെ ഈ ഡീനെയും അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്തുള്ള നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഡീൻ അല്പം മുമ്പ് ഡീനെ ന്യായീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഡീൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഡീൻ ഇടപെടേണ്ട. ഡീൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണമായിരുന്നു. ഡീൻ ആ കാര്യങ്ങൾ നിർവഹിച്ചില്ല. കുട്ടിയുടെ മരണം കൃത്യമായി വീട്ടിൽ അറിയിക്കുന്നതിൽ ഡീനിൻ്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഡീൻ തന്നെയാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഡീൻ ഈ കാര്യം വീട്ടിൽ അറിയിച്ചില്ല എന്നുള്ളൊരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ സുരക്ഷ എന്ന വണ്ണം ഇവിടെ ഈ സർവകലാശാലയിൽ CCTV സ്ഥാപിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഈ അന്വേഷണം നേരായ വിധത്തിൽ തന്നെയാണ് നടക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞിട്ട് എന്തായാലും ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം ഇപ്പോൾ മന്ത്രി നൽകിയിട്ടുണ്ട്. വിനീത, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.